ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു ദിവസം ഇന്ന് വന്നിരിക്കുകയാണ്. പൗർണമിയാണ്. പൗർണമി എനർജി നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് തരുന്നത് എന്നാണ് ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അപ്പോ ഈ പൗർണമി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ, നിങ്ങളിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ ഒരു ഓഫർ, പൗർണമി ഓഫർ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന ആൾക്കാർക്ക് ഇന്നും നാളെയും മറ്റന്നാളും പൗർണമി റിച്വലിന്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ടാരോ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. പൗർണമി റിച്വലിന്റെ ഗോ സെറ്റിങ്ങും അതേപോലെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, റിച്വൽ ചെയ്യാറുണ്ട്. അത് ഇന്നും നാളെയും മറ്റന്നാളും ആയിട്ടാണ് അതിന്റെ ഒരു എനർജി, മൂൺ എനർജി നിൽക്കുന്നത്. ഓക്കെ, പൗർണമി ഫുൾ മൂൺ എനർജി നിൽക്കുന്നത്. അപ്പൊ അതിന് 3 ദിവസത്തേക്ക് ചെയ്യാനുള്ളത് ഇന്നും നാളെയും മറ്റന്നാളും റീഡിംഗ് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക്, റീഡിംഗ് എടുത്ത് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ, അതിന്റെ ഫ്രീ സെഷൻ തരുന്നതായിരിക്കും. അത് ഇന്നത്തെ ഓഫറാണ്. അപ്പോ എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം പറയുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുമ്പ് വേറൊരു കാര്യം, പൗർണമി ധ്യാനത്തിൽ, പൗർണമി മെഡിറ്റേഷൻ, പൗർണമി ചടങ്ങില് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ബ്ലെസ് ചെയ്യും. ബ്ലെസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെ പേരും നക്ഷത്രവും ഡേറ്റ് ഓഫ് ബർത്തും കൂടെ എഴുതി കമന്റ് ഇടുന്നത്. നാളെ രാത്രി 11:30 വരെ വരുന്ന കമന്റുകൾ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോ ഇന്നത്തെ സ്പ്രെഡ് ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ പേഴ്സണെ പറഞ്ഞു മയക്കി അവരുടെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട്, അതായത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ കാർഡ് തന്നെ ബ്ലാക്ക് മാജിക് കാർഡാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, കുറെ പേര് ആ റിപ്പീറ്റേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും ഇതിന്റെ വ്യൂവേഴ്സ് ഉണ്ടാവുക. അപ്പൊ അത് തന്നെയാണ്, അത് തന്നെയും പിന്നെ ഉറപ്പിക്കുക തന്നെയാണ് ഈ കാർഡിൽ വീണ്ടും വന്നിരിക്കുന്നത്. അവരുടെ എനർജിയാണ് ഇതിൽ കണക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഈ കാർഡ് തന്നെ വന്നിരിക്കുന്നത്. എന്താ നിങ്ങൾ എപ്പോഴും ഇത് തന്നെ പറയണമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ നമ്മൾ എനർജി എടുത്തിട്ടാണല്ലോ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകാന്തവാസം തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഒറ്റപ്പെടലും ഒക്കെ, അതായത് നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ നല്ല സ്നേഹത്തോടു കൂടെ കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം അവര് പിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയത്, അതായത് കുതിര അഴിച്ചു വിട്ട പോലെ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഒരു കുതിര കടിഞ്ഞാണ് ഇല്ലാതെ, കടിഞ്ഞാണ് ഊരി വിട്ട് കഴിഞ്ഞ കുതിര എങ്ങനെയാണോ പോവാത്ത പോലെയാണ് അവര് നിങ്ങളുടെ അടുത്ത് നിന്ന് പാഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോ അവരുടെ മനസ്സ് അങ്ങനെ, അതായത് നിങ്ങളിപ്പോ മേ ബി അങ്ങനെ നിങ്ങളുടെ മനസ്സ് കുതിരയെ പോലെ, കടിഞ്ഞാണ് അഴിച്ചുവിട്ട കുതിരയെ പോലെ നിങ്ങളുടെ മനസ്സ് അലയാണ്. അവരാണെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് പോയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരു നീതി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ദൈവം നിങ്ങളുടെ അടുത്ത് തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. റിപ്പീറ്റ് ആയിട്ട് ഏഞ്ചൽസ്, ഏഞ്ചൽസ് നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് ക്ലെയിം ചെയ്യുക. എങ്ങനെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഏഞ്ചൽ ക്ലാസ്സിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് ഏഞ്ചൽ ക്ലാസ് അല്ല, നമ്മുടെ കോച്ചിങ്ങിൽ ഏഞ്ചൽ വർക്ക്ഷോപ്പ് പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, എങ്ങനെയാണ് ഏഞ്ചൽസിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹീൽ ചെയ്യുന്നത്, അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. കാരണം അത് പറയാൻ കാരണം 10 of Cups വന്നിട്ടുണ്ട്. അപ്പൊ ഏഞ്ചൽസ് നിങ്ങളെ സ്നേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഒരു തരത്തിൽ അവര് എന്തൊക്കെ ബ്ലാക്ക് മാജിക് എനർജി വെച്ച് അവർ പോയിരുന്നാലും ഏഞ്ചൽസിന് നിങ്ങളെ ഹീൽ ചെയ്യാനാണ്, നിങ്ങളുടെ പക്ഷത്താണ് ഏഞ്ചൽസ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു സംരക്ഷണമൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്, വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇപ്പൊ ബുദ്ധിമുട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അത്രയും ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഏഞ്ചൽസിന്റെ പ്രത്യേകതകൾ തന്നെയാണ്. ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമല്ല, നമ്മുടെ ഹിന്ദുയിസത്തിലും കാവൽമാലാഖമാരുണ്ട്. അപ്പോ അത് എങ്ങനെയാണ് അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയും. ഏഞ്ചൽസിന്റെ എന്താ പറയാ,
മെഡിറ്റേഷൻ മ്യൂസിക് ഒക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ വെച്ച് സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എനിക്കൊരു ദയവായ ഒരു കാര്യം പറയാം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അവരെ ചേസ് ചെയ്ത് പോവാതിരിക്കുക. അവരത് ബ്ലോക്ക് മാറ്റിയോ, അവർ നിങ്ങളെ DP മാറ്റിയോ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവര് പിന്നെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ പോയി എന്താ പറയാ വാട്സാപ്പിലൊക്കെ അല്ല സോറി FBയിലൊക്കെ പോയി അവരുടെ സ്റ്റോറി നോക്കുക, അതേപോലെ അവര് എന്താ ചെയ്യുന്നത്, ഇതൊക്കെ നിർത്തുക ദയവേത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ക്ലിയർ? അപ്പോ പിന്നാലെ നിങ്ങൾ അതിങ്ങനെ ചേസ് ചെയ്ത് പോകുമ്പോൾ അതിങ്ങനെ അട്രാക്റ്റീവായിട്ട് വരുന്ന അത് സംഭവിക്കും. അപ്പൊ നിങ്ങൾ അത് വിട്ടുകളയുമ്പോൾ അത് ബുമറാങ് പോലെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ അവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ബോധ്യമാവുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഞാൻ പല പ്രാവശ്യം പറയാം. പക്ഷെ പലരും ചെയ്യുന്ന ഒരു തെറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ മനസ്സ് അത്രയും വിഷമമായതുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എനിക്കറിയാം. പക്ഷെ ആ തെറ്റ് നിങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ബ്ലോക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ അങ്ങോട്ട് പോയി വിളിച്ചു കഴിയുമ്പോൾ അവർ പിന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ പിന്നെ നിങ്ങൾ ഇതിന് കാര്യം ഇതായിട്ട് ഒരു കാര്യമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ അതാ പറയുന്നത്, നിങ്ങൾ ആവുന്നത് അവരെ ചേസ് ചെയ്യാതിരിക്കുക. ആവുന്നത് നല്ല ഒരിക്കലും ചേസ് ചെയ്യാതിരിക്കുക. ഇങ്ങോട്ട് വരട്ടെ, നിങ്ങൾ ഇട്ടിട്ടല്ലേ പോയത്, അപ്പൊ അങ്ങോട്ടല്ലേ വരാം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നാലെ പോയി, നിങ്ങൾ കുറെ പോയില്ലേ അങ്ങോട്ട്, കാല് പിടിച്ചും കരഞ്ഞും കെഞ്ചി ഇനി എന്താ നിങ്ങൾ ചെയ്യാത്തത്, ഇനി ഒന്നുമില്ല, ബാക്കി നാളം കെട്ടും അത്രയും ഇതാക്കി പൈസയും കുറെ കൊണ്ട് കളഞ്ഞ് എന്നിട്ടും അവര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ഇനിയും പിന്നാലെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങോട്ടല്ലേ വരേണ്ടത്. നിങ്ങളൊരു കിങ്ങോ അല്ലെങ്കിൽ ഒരു ക്യൂനോ ആയിട്ട് നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ എംപ്രസ് ആയിട്ട് കയറി ഇരിക്കുക, അവര് നിങ്ങളുടെ കാൽച്ചോട്ടേക്ക് വരണം. അത് വരാനുള്ള സാധ്യത ഉണ്ട്, 10 of Pentacles ഉണ്ട്. ഇപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ജോലിയിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. കുറെ പൈസ കൊണ്ട് കളഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ പലരും എൻ്റെ അടുത്ത് റീഡിങ് എടുക്കാൻ വരുന്ന ആൾക്കാർ പറയാറുണ്ട്, മാഡം പൈസ ഞങ്ങളിൽ ഇല്ല, പൈസ അത്രയും പറ്റിച്ചിട്ട് പോയിരിക്കുകയാണ്, ഞങ്ങളിൽ ഇല്ല, ഫ്രീ റീഡിങ് തരുമെന്ന്. കാരണം നിങ്ങൾ എനിക്ക് ഫ്രീ റീഡിങ് തരാൻ ആഗ്രഹമില്ലാണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ ആ ഒരു ദാരിദ്ര്യം എന്നുള്ള സാധനം, നിങ്ങളുടെ എനർജി ഞാൻ കണക്ട് ചെയ്യുമ്പോൾ അത് എന്നിലേക്ക് വരും. അപ്പൊ എനിക്ക് മണി ബ്ലോക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ റീഡിങ് തരാത്തത്. ക്ലിയർ ആണല്ലോ? അപ്പോ അത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവര് നിങ്ങളെ നോക്കുന്നില്ല, പൈസ തരുന്നില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളെ പോയി നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങണം. ആരോഗ്യമുള്ള സമയത്തല്ലേ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സമ്പാദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കളയാതിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സ്പ്രെഡിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ പൗർണമി റീഡിംഗ് എടുക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, പൗർണമി റിച്വൽ എങ്ങനെയാണെന്ന് ഞാൻ 3 ദിവസത്തേക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡിംഗ് എടുക്കാൻ ബുക്ക് ചെയ്യുക. നമുക്ക് പ്രണയം ഒറാക്കിൾ കാർഡായ രാധാമാധവൻ കാർഡിലെ എന്താണ് ഭഗവാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് എന്ന് നോക്കാം. സത്യം, ഇതാണ് വന്നിരിക്കുന്നത്. മാധവൻ എന്നുള്ള കാർഡാണ്. കുറച്ചു പേരെങ്കിലും അവരിൽ നിന്ന് പോവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രണയത്തിന്റെ മാധുര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വേർപിരിയാൻ ആഗ്രഹിക്കുക. അതായത് ചീറ്റിംഗ് സംഭവിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് പഴയ ആ ഒരു സ്നേഹം, അവര് ചീറ്റ് ചെയ്തു എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് അവരോട് ആ ഒരു ഇതൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ പകുതിയിലധികം പേര് മൂവ് ഓൺ ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നാണ് ഈ ഒരു മാധവൻ എന്ന കാർഡില് നിങ്ങളോട് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പിന്നാലെ പോകേണ്ട കാര്യമില്ല, നിങ്ങൾ കിറ്റ് ചെയ്തോളാം. ഓക്കെ, അത് കഴിയുമ്പോൾ ചിലപ്പോൾ വരും. അപ്പൊ നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. അടുത്തത് എന്താ നോക്കട്ടെ. രണ്ട് കാർഡാണ് വന്നിരിക്കുന്നത്. പ്രണയം മറ്റു പലരും ആരാധനയോടെ നോക്കിക്കണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഗോപിക കൃഷ്ണ എന്നുള്ള കാർഡിൽ വന്നിരിക്കുന്നത് ഈ പ്രണയം അനിർവചനീയ നിമിഷം നൽകുന്ന, അതായത് സെക്ഷൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവര് നിങ്ങളെ യൂസ് ചെയ്തതാണ് ഈ ഗോപിക കൃഷ്ണനില് പറയുന്നത്. നിങ്ങളെ അവര് പറഞ്ഞിട്ടുണ്ടാവും, നിന്റെ ശരീരം ആഗ്രഹിച്ചിട്ടല്ല, നിങ്ങളുടെ ശരീരം ആഗ്രഹിച്ചിട്ടൊന്നും അല്ല ഞാൻ നിന്നത് നിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എന്ന് അവർ പറയുമായിരിക്കും. പക്ഷെ 100% അവർക്ക് ആവശ്യം നിങ്ങളുടെ ശരീരം തന്നെയാണ് എന്നാണ് എനിക്ക് ഇവിടുത്തെ വരുന്ന കാർഡില് നിങ്ങളോട് പറയാനുള്ളത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആദ്യത്തെ ആ ഒരു വാക്കില് നിങ്ങൾ ഫ്ലാറ്റ് ആയി പോയിട്ടുണ്ടാവും. ഓ അങ്ങനെയൊന്നും അല്ല, ആദ്യമൊക്കെ അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവും. പിന്നെ പോകെ ഇത് മാത്രം ആയിരിക്കും. ആ ഒരു സംഭവം എത്തിയപ്പോ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒട്ടും വിടാനും പറ്റാതെയായി.
പിന്നെ എനിക്ക് പറയാനുള്ളത് സ്വാധിഷ്ഠാന ചക്ര ഇംബാലൻസിങ് ആയ ആളുകളുടെ കുറച്ച് എനർജി എനിക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ സ്വാധിഷ്ഠാന ചക്ര ബ്ലോക്കേജ് അല്ലെങ്കിൽ അതിൽ ഇംബാലൻസിങ് വരുമ്പോഴാണ് പ്രണയനഷ്ടം അങ്ങനെയൊക്കെ കൂടുതലും സംഭവിക്കുന്നത്. അപ്പോ അതിലേക്ക് വേണ്ട കാര്യം ഞാൻ പറഞ്ഞത്, സ്വാധിഷ്ഠാന ചക്ര ബാലൻസിങ് ആവാനുള്ള കാര്യം കൂടെ ഈ ഒരു മാസത്തെ ഓഫറിൽ ഞാൻ വെക്കുകയാണ്. അത് പൗർണമി റിച്വലിന്റെ കൂടെ അല്ല, ഈ ഒരു മാസം ഫുള്ളായിട്ടും സ്വാധിഷ്ഠാന ചക്രയുടെ ബാലൻസിങ്ങും കൂടെ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. റീഡിങ്ങിന് വരുന്നവർക്ക്, എന്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുക്കുന്നവർക്ക്. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് പൗർണമി വിശേഷം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെയും നക്ഷത്രം എഴുതി ഇവിടെ കമന്റ് ഇടുക. നമ്മൾ പൗർണമി റിച്വലില് നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. 11:30 വരയ്ക്ക് നമ്മൾ മെസ്സേജ് എടുക്കുള്ളൂ കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം.